കേരളത്തിൽ ധാരാളം ക്ഷേമ പെൻഷനുകൾ നമ്മുടെ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അത് കിട്ടുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു ക്ഷേമ പെൻഷൻ അതിൻ്റെ ഗുണഭോക്താക്കളെ പരിഹസിക്കുന്ന രീതിയിലായാലും കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ തൊഴിലില്ലായ്മ വേതനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ക്ഷേമ പെൻഷനുകൾ വളരെ വിപുലമായ തോതിൽ ആരംഭിച്ചത് കേരളത്തിലാണ്. വോട്ടായിരുന്നു പ്രധാന ലക്ഷ്യം. എല്ലാ മുന്നണികളുടെയും UDFൻ്റെയും LDFൻ്റെയും സർക്കാരുകൾ പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറഞ്ഞാലും അതൊക്കെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അക്കൂട്ടത്തിൽ എന്തെങ്കിലും ചില പ്രയോജനങ്ങൾ ഇത് വാങ്ങുന്നവർക്ക് ഉണ്ടാകട്ടെ എന്ന് കണക്കാക്കുകയും ചെയ്തിരുന്നു. 1982 നവംബറിലാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം കൊടുത്തു തുടങ്ങിയത്. അന്ന് വളരെയേറെ സ്വീകരിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു അത്. ആദ്യകാലത്ത് തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നതിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ മുമ്പിൽ ആളുകൾ തിരക്ക് കൂട്ടിയിരുന്നു. പ്രതിമാസം 3 ലക്ഷം ചെറുപ്പക്കാർ വരെ തൊഴിലില്ലായ്മ വേതനം പറ്റിയിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ ഈ തൊഴിലില്ലായ്മ വേതനം എന്ന് പറയുന്നത് ഒരു തമാശക്കഥയാണ്. ഒരു മാസം അത് വാങ്ങുന്നത് ഇപ്പോൾ ഏതാണ്ട് 1751 പേരിൽ താഴെയാണ്. എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിനെ കുറിച്ച് നമ്മുടെ പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ടിലാണ് വിചിത്രമായ ഈ വസ്തുതകൾ ഉള്ളത്. എന്താണ് ഇതിന് കാരണം? തരുന്നൊരു സർക്കാരാണ്. അത് ഏത് സർക്കാരുമായിക്കൊള്ളട്ടെ, LDF UDF. പക്ഷേ കിട്ടുന്നത് നക്കാപ്പിച്ചാണെങ്കിലോ. തൊഴിലില്ലായ്മ വേതനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിമാസം 120 രൂപയാണ്. അത് വാങ്ങാൻ ആരാണ് വരിക? ഈ ചില്ലറ കാശ് കൊണ്ട് എന്താണ് ഒരു വ്യക്തിക്ക് പ്രയോജനം ഉണ്ടാവുക? ഇതിനാരാണ് മെനക്കെടുക? ഒരു നേരത്തെ ഭക്ഷണത്തിന് ഈ തുക തികയില്ല. എന്നാ പോട്ട് ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ടിക്കറ്റിന് ഈ 120 രൂപ ഇപ്പോൾ മതിയാവില്ല. ഇനി പുകവലിക്കുന്ന ദുശീലമുള്ളവരാണെങ്കിൽ ഒരാഴ്ചത്തെ പുകവലിക്ക് പോലും ഈ തുക മതിയാവുന്നില്ല. പിന്നെ ആരാണ് ഇത് വാങ്ങാൻ മെനക്കെട്ട് പോയി നിൽക്കുക, അല്ലെങ്കിൽ വാങ്ങാൻ തയ്യാറാവുക? 120 രൂപയേ ഉള്ളൂ. പക്ഷെ സർക്കാർ കാശാ. ഇത് കിട്ടാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം, എന്തുമാത്രം വ്യവസ്ഥകളാണ് ഇതിനുള്ളത്. ഈ അപേക്ഷകൻ അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മ വേതനം കിട്ടേണ്ട ആള് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ SSLC പാസ്സായിരിക്കണം. അല്ലാത്തവരാണെങ്കിൽ SSLC പരീക്ഷ എഴുതിയിരിക്കണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട്, പേര് രജിസ്റ്റർ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ തൊഴിലില്ലായ്മ വേതനം ലഭിച്ചു തുടങ്ങുകയുള്ളൂ. ഇതിനേക്കാൾ ഏറ്റവും രസകരമായ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തൊഴിലില്ലായ്മ വേതനത്തിന് അർഹത ലഭിക്കണമെങ്കിൽ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ആ അപേക്ഷകന്റെ വാർഷിക കുടുംബ വരുമാനം വർഷത്തിൽ 12,000 രൂപയിൽ താഴെയായിരിക്കണം. പ്രതിമാസ വരുമാനം ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന്റെ വരുമാനമായി പറയുന്നത്. പ്രതിമാസ വരുമാനം 1000 രൂപയിൽ കവിയരുത്. ഈ അപേക്ഷകന് അയാൾക്ക് കിട്ടുന്ന ഒരു പ്രതിമാസ വരുമാനം എന്തെങ്കിലുമൊക്കെ ചില്ലറ ജോലി ചെയ്തിട്ടാണെങ്കിലും അത് 100 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. ഇപ്പോൾ 12,000 രൂപ വാർഷിക വരുമാനം കിട്ടാത്ത ഏതെങ്കിലും ഒരു കുടുംബം കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. വെറുതെ റോഡിലൂടെ ആക്രി പെറുക്കി വിറ്റ് ജീവിക്കുന്നവർക്ക് പോലും ഒരു മാസം 1000 രൂപയിൽ കൂടുതൽ വരുമാനം കാണും. ഒരു വർഷം 12,000 രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാവും. എന്തിന്? തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ മാസത്തിൽ 4 ദിവസം പോയാൽ ഈ വരുമാന പരിധി കവിയും. പിന്നീട് ആ വീട്ടിലുള്ള ആർക്കും ഈ തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തൊഴിലില്ലായ്മ വേതനം എന്ന് പറയുന്നത് 310 രൂപയാണ് ദിവസം. മറ്റ് ക്ഷേമ പെൻഷനുകൾ പ്രതിമാസം 1600 രൂപ ലഭിക്കുമ്പോഴാണ് കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഈ നക്കാപ്പീച്ച പ്രതിമാസം 120 രൂപ സർക്കാർ വെച്ചു നീട്ടുന്നത്. ഇത് വാങ്ങിക്കാൻ ആരാണ് തയ്യാറാവുക? 2023-24 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ 1751 പേരാണ് ഈ പെൻഷൻ വാങ്ങിയത്. ആ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അത് 2024 പേരായിരുന്നു. 2021-2022 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 37,069 ചെറുപ്പക്കാര് ഈ തൊഴിലില്ലായ്മ വേതനം പറ്റി.
അത് എന്തുകൊണ്ടാണെന്നറിയാവോ? അന്ന് കോവിഡ് കാലമായിരുന്നു. അതിന് പിന്നെ ഇങ്ങോട്ട് ഈ വേതനം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമാണ്, വലിയ കുറവാണ് അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ സംഭവിച്ചത്. 28 ലക്ഷം പേര് തൊഴിലന്വേഷകരായുള്ള സംസ്ഥാനത്താണ് ഈ ചെറിയ സംഖ്യ വരുന്ന ചെറുപ്പക്കാരത് ഈ പെൻഷൻ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം, അതിന് പെൻഷൻ എന്നല്ല പറയുക, തൊഴിലില്ലായ്മ വേതനം എന്നാണ്, അത് വാങ്ങാൻ വരുന്നത്. അവർക്ക് എന്തെങ്കിലും ചില്ലറ ജോലി ചെയ്താൽ പോലും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ജോലി കിട്ടിയാൽ അവർക്ക് ഈ വരുമാന പരിധി കഴിയുകയും ചെയ്യും, ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ആർക്ക് വേണം സർക്കാരിൻ്റെ ഈ ചില്ലറ തൊട്ടുകൾ? 43 വർഷം മുമ്പ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ 100 രൂപയായിരുന്നു പ്രതിമാസ തൊഴിലില്ലായ്മ വേതനം. പിന്നീട് 2000-ലാണ് അത് 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തിനാണ് ഈ തൊഴിലില്ലായ്മ വേതനം നിലനിർത്തിയിരിക്കുന്നത്? ഈ പ്രഹസനം എന്തിന് തുടരുന്നു? ഒന്നുകിൽ ഇത് അവസാനിപ്പിക്കണം, വേണ്ട എന്ന് വെക്കണം. ആരും വാങ്ങാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പദ്ധതി ഒരു കടലാസ് പദ്ധതിയായി തുടരുന്നത്? അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് മാന്യമായ ഒരു തുക കിട്ടത്തക്ക രീതിയിൽ ഈ പദ്ധതി പരിഷ്കരിക്കണം. നിർത്താൻ സർക്കാർ തയ്യാറല്ല. കാരണം യുവജന സംഘടനകൾ അതിന് എതിരാവും. ഒരുപക്ഷെ അത് വോട്ടുകളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് നിർത്താൻ വയ്യ. എന്നാൽ ഈ വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാലോ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് സർക്കാർ പറയുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തൊഴിലില്ലായ്മ വേതനം 500 രൂപയാക്കണമെന്നും അതിനുള്ള വരുമാന പരിധി 50,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സർക്കാരിലെ ഈ വകുപ്പ് തന്നെ, എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് തന്നെ പലവട്ടം ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചതാണ്. പക്ഷെ അന്നൊക്കെ സർക്കാരിൽ നിന്ന് ലഭിച്ച മറുപടി, അത് ഏത് സർക്കാർ എന്നുള്ളത് ഇവിടെ പ്രസക്തമേ അല്ല, ആരായാലും കൊടുത്ത മറുപടി അതിന് ഫണ്ടില്ല, അതിനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ സർക്കാരിനില്ല എന്നാണ്. പക്ഷേ ഇത് പിൻവലിക്കാനും തയ്യാറാകുന്നില്ല. കാരണം ഈ ചെറുപ്പക്കാരെ പറ്റിക്കുന്നതിന് നോക്കുമ്പോൾ എന്താ, ഇവിടെ നമ്മൾ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നുണ്ട്, അത് എത്ര കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് വാങ്ങുന്നു അതൊന്നും ആരും അറിയുന്നില്ല. അതുകൊണ്ട് വെറുതെ മേനി നടിക്കാൻ വേണ്ടി നമ്മുടെ പെൻഷൻ പദ്ധതികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുടെ കൂട്ടത്തിൽ ഇപ്പോഴും തൊഴിലില്ലായ്മ വേതനത്തെ നിലനിർത്തുന്നു എന്ന് മാത്രം. ബഡ്ജറ്റിൽ പണം അനുവദിക്കും, പക്ഷെ ആരും വാങ്ങുന്നില്ല. 2021-22 ബഡ്ജറ്റിൽ 21.38 കോടി രൂപ വകയിരുത്തിയിരുന്നു. അന്ന് 3.19 കോടി രൂപ മാത്രമാണ് ഈ തൊഴിലില്ലായ്മ വേതനമായിട്ട് വിതരണം ചെയ്തത്. 2023-24 ആയപ്പോഴേക്കും വകയിരുത്തിയ തുകയും കുറഞ്ഞു, വാങ്ങിയ തുകയും താഴോട്ട് പോയി. 43.16 ലക്ഷം രൂപ ആ വർഷം ബജറ്റിൽ വകയിരുത്തിയിരുന്നു. പക്ഷെ ചെലവഴിച്ചതോ 16.85 ലക്ഷം രൂപ മാത്രം. എന്തിനാണ് ഈ കളിപ്പീര പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രഹസനം ഇങ്ങനെ തുടരുന്നത്? ഇവിടുത്തെ യുവജന സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും ഇല്ലേ?